ഹലോ ഗൈസ്, എന്താ YT സ്റ്റുഡിയോ ആണോ നിങ്ങളുടെ പ്രശ്നം? YT സ്റ്റുഡിയോ ക്രോമിലൂടെ എടുക്കുമ്പോൾ പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ടോ? ദാ ഇതേപോലെ. എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഞാനും ഈ സെയിം ഇഷ്യൂ ഫേസ് ചെയ്ത ആളാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ടൊരു ട്രിക്കുണ്ട്. അതിനായിട്ട് നമ്മൾ ക്രോം എടുത്തിട്ട് അതിൽ ന്യൂ ടാബ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ http://myoutube.com ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് youtube എടുത്താലും സംടൈംസ് നമുക്കത് കിട്ടണമെന്നില്ല ആ സൈറ്റ്. അപ്പോൾ ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെ അല്ലാതെ ജസ്റ്റ് youtube എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ നമ്മളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ തന്നെയാവും ഓപ്പൺ ആയി വരിക. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആയി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതിൽ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ സ്റ്റോപ്പ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും അപ്പിയർ ആയിട്ടുണ്ടാവുക. നമ്മൾ ലാപ്പിലൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ ഒരു പേജ് ആയി വരുന്നുണ്ടാവുക. അതിനുശേഷം സൈഡിൽ കാണുന്ന നമ്മളുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, സെറ്റിംഗ്സ് എടുക്കുക. അപ്പോൾ ഈ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നുണ്ടാവുക. പേജിൽ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു പേജിലേക്ക് പോകും. അത് ഡയറക്റ്റായിട്ട് YT സ്റ്റുഡിയോയിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മളുടെ YT സ്റ്റുഡിയോ ക്രോം വഴി ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും, നമ്മൾ ലാപ്പിൽ ചെയ്യുന്ന പോലെ തന്നെ എന്ത് വേണമെങ്കിലും ഇതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഫോൺ ആപ്ലിക്കേഷനിലൂടെ പറ്റാത്ത എല്ലാ സെറ്റിംഗ്സും നിങ്ങൾക്ക് ഇതിലൂടെ ചെയ്യാവുന്നതാണ്. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സിന് നിങ്ങൾക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസിലൂടെ എന്നോട് ചോദിക്കുന്നതാണ്. ഞാൻ തീർച്ചയായും റിപ്ലൈ തരും.